മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അനുമോളും ജിസേലും ജയിലിലാണ്. 2 മണിക്കൂർ അവർക്ക് ജയിലിൽ കിടക്കണം. അതേപോലെ തന്നെ 2 പേരും സംസാരിക്കണം. അതാണ് ബിഗ് ബോസ് കൊടുത്ത ശിക്ഷ. ലാലേട്ടൻ അവർക്ക് കൊടുത്ത പനിഷ്മെൻ്റ് അതാണ്. അങ്ങനെ രേണു സുധീൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇവരൊരു പ്രശ്നം തുടങ്ങുന്നത്. രേണു ചേച്ചി കുറച്ച് ഭക്ഷണമാണ് കഴിക്കുക. രേണു ചേച്ചി പുള്ളിക്കാരി എപ്പോഴും കുറച്ച് ഭക്ഷണമാണ് കഴിക്കുക. അന്ന് നിങ്ങൾ രേണു ചേച്ചിക്ക് കൊടുത്ത ഭക്ഷണത്തിന് കണക്ക് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ജിസേൽ പറയുന്നുണ്ട്, രേണു ചേച്ചി എപ്പോഴും ഇച്ചിരി ഭക്ഷണമാണ് കഴിക്കുക. രേണു ചേച്ചി എപ്പോഴും അടുക്കളയിൽ വരുമ്പോൾ ഞാൻ പഞ്ചസാരയായിട്ടും അതായിട്ടും ഇതായിട്ടും ഒക്കെ ഞാൻ കൊടുക്കും. അന്ന് രാത്രി തന്നെ ചേച്ചിക്ക് ഞങ്ങൾ ഐസ്ക്രീം അതേപോലെ ബ്രൗണി ഓരോ സാധനവും ഞങ്ങൾ കൊടുത്തതാണ്. പിന്നെ 2 മണിയായപ്പോൾ നെവിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ചേച്ചി കൊതിച്ചായം കൊണ്ടാണ് ചോദിച്ചതെന്ന്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ചേച്ചി കൊതിച്ചായം കൊണ്ടല്ല, ചേച്ചിക്ക് അത് കഴിക്കാൻ ഒരു ഇത് തോന്നിയും കൊണ്ടാണ്. നെവിൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തിനാണ് ചേച്ചീനെ കൊതിച്ച് എന്നൊക്കെ വിളിക്കുന്നത്? എന്താണ്? രേണു ചേച്ചിക്ക് മാത്രം ഇവിടെ ഒരു പ്രത്യേകതയില്ല. ഈ 18 പേർക്കും തുല്യമായ അവകാശം തന്നെയാണ് ഇവിടുത്തെ ഓരോ സാധനത്തിനുള്ളതെന്ന് ജിസേൽ പറയുന്നുണ്ട്. നെവിനെയും കള്ളനെന്ന് വിളിക്കുന്നുണ്ട്. നീ എന്നെ ചപ്പാത്തി കളി എന്ന് വിളിക്കുന്നുണ്ട്. ഞാൻ ചപ്പാത്തി കട്ടെടുത്തുകൊണ്ട് പോകുന്നത് നീ കണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജിസേൽ പറയുന്നുണ്ട്, അന്നൊരു ദിവസം ഞങ്ങൾ ക്യാപ്റ്റൻ പറയുന്നതിന് മുമ്പ് നീ കഴിക്കാനുള്ള 2 ചപ്പാത്തി എടുത്തുകൊണ്ട് പോയി, അത് ഞാൻ കണ്ടു എന്ന്. അപ്പോൾ അനുമോൾ ചോദിക്കുന്നുണ്ട്, അതാണോ കട്ടുകൊണ്ട് പോകുന്നത്? ആ, ക്യാപ്റ്റൻ പറയാതെ എടുത്തുകൊണ്ട് പോകുന്നത് അത് കട്ടുകൊണ്ട് പോകുന്നത് തന്നെയാണ്. ആ ചപ്പാത്തി കളി എന്നുള്ളത് പ്രശ്നം ഇപ്പോൾ പുറത്തുനിന്ന് വന്നവരുടെ ഇടയിലേക്ക് വീണ്ടും എടുത്ത് ഇട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതെനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. നെവിനെ പിന്നെ നിങ്ങൾ എന്തിനാണ് കള്ളാന്ന് വിളിക്കുന്നതെന്ന് ജിസേൽ ചോദിക്കുന്നുണ്ട്. അവൻ ഇവിടുന്ന് കട്ടെടുക്കുന്നത് കൊണ്ട് തന്നെ അവൻ്റെ കാര്യം മാത്രമാണ് നോക്കുന്നത്. അതൊക്കെ അവൻ തമാശയ്ക്ക് പറയുന്നതാണ്. അങ്ങനെയായിട്ടാണോ അവൻ അന്ന് രാത്രി നിങ്ങൾക്ക് എല്ലാവർക്കും അവൻ്റെ ഫുഡ് തന്നത്? സ്വേച്ഛാധിപതിയായ എന്നോട് പോലും ചോദിക്കാതെയാണ് നിങ്ങൾക്ക് തന്നത്. അതൊക്കെ ശരി തന്നെയാണ്. രേണു ചേച്ചിനോട് നീ അന്ന് സംസാരിച്ചത് വളരെ മോശമാണ്. രേണു ചേച്ചി അന്ന് രാത്രി കഴിച്ചിട്ടില്ലെങ്കിൽ അവർ മരിച്ചു പോകുമെന്നൊക്കെ ചോദിച്ചത് ഭയങ്കര മോശമാണെന്ന് അനുമോൾ പറയുന്നുണ്ട്. ആ സമയമാകുമ്പോഴേക്കും ആര്യൻ വരുന്നുണ്ട്. ആര്യൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കില്ല എന്ന് അനുമോൾ പറയുന്നുണ്ട്. അവനോട് പോകണമെന്ന് പറയണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജിസേലിൻ്റെ അടുത്ത് വന്ന് തൊട്ടിട്ട് ആര്യൻ പോകുന്നുണ്ട്. നിനക്ക് ഭയങ്കര അഹങ്കാരമാണ്, നിനക്ക് ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഭയങ്കര അസൂയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് 2 ഡയലോഗ് അടിച്ചിട്ട് ആര്യൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അതേപോലെ തന്നെ ജിഷൻ വന്നു കഴിഞ്ഞപ്പോൾ അനുമോൾ കറക്റ്റായിട്ട് പറയുകയും ചെയ്തു, ഞങ്ങളുടെ ടാസ്ക്കാണിത്, ചേട്ടൻ ഇപ്പോൾ പോയിക്കോ, ഞാൻ പിന്നീട് വന്ന് സംസാരിക്കാം, ഞങ്ങളോട് 2 പേരോട് സംസാരിക്കാനുള്ള സ്പേസ് ആണിതെന്ന് പറഞ്ഞു. ഇനി ഇതിനുള്ളിൽ വല്ല കൊലയും നടക്കുമെന്ന്. ഇവള് കുറച്ച് ഭയങ്കര അഗ്രസീവാണ്, അതുകൊണ്ട് തന്നെ എന്നെ കൊല്ലുമോ എന്ന് എനിക്കറിയില്ല എന്ന് ജിസേൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളല്ലേ അവളെ പിടിച്ച് അത്രയും ഫോഴ്സിൽ ഉന്തിയെന്ന് പറഞ്ഞിട്ട് ജിസേലിനിട്ട് നല്ലൊരു കൊട്ടും കൊടുത്തിട്ടാണ് പോകുന്നത്.